സംസാരിക്കാൻ ഒരു ആഗ്രഹമുണ്ട്. കാരണം എൻ്റെ അമ്മ വീട് ഇവിടുന്ന് അമ്മേൻ്റെ വീട് കുറച്ചു ദൂരം ഒരു കൊണ്ടൂർ ഗ്രാമമാണ്. അപ്പോൾ ഷൊർണൂരിൽ ഞാൻ കാലകാലമായിട്ട് എത്രയോ കുട്ടി സമയത്ത് ഞാൻ ഈ സ്റ്റേഷൻ വഴി ഡൽഹി പോകുന്നു, ബാംഗ്ലൂർ പോകുന്നെല്ലാം ഞാൻ എൻ്റെ ഒരു അനുഭവമാണ്. അതുകൊണ്ട് ഷൊർണൂർ എൻ്റെ ഷൊർണൂരായിട്ടാണ് ഞാൻ ഇന്ന് കാണുന്നത്. ഞാനങ്ങനെ ഒരു പ്രസംഗിക്കുന്ന രാഷ്ട്രീയക്കാരനല്ല, പക്ഷെ കുറച്ച് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. നന്ദകുമാർജിയും രഞ്ജിത്ത് പറഞ്ഞ പോലെ BJP മുമ്പോട്ട് വെക്കുന്ന ഒരു കാഴ്ചപ്പാട് വികസിത ഷൊർണൂർ, വികസിത കേരളം. ഇത് എവിടുന്നാണ് ഞങ്ങൾ പഠിച്ചതെന്ന് ചോദിച്ചാൽ ഒരു ഗുരുനാഥനുണ്ട്, നരേന്ദ്രമോദിജി. അദ്ദേഹം കഴിഞ്ഞ 11 കൊല്ലം ഇന്ത്യയിൽ കൊണ്ടുവന്ന മാറ്റം, ഇന്ത്യയിൽ കൊണ്ടുവന്ന പുരോഗതി, വികസനം, വികസിത ഭാരതം എന്ന ഒരു ലക്ഷ്യം മുമ്പോട്ട് വയ്ക്കുമ്പോൾ ആ ഊർജയും ആഗ്രഹിക്കുന്നത് അത് വികസിത കേരളം, അതിന്റെ ഭാഗമായി വികസിത ഷൊർണൂർ. മാറി മാറി നമ്മളെല്ലാവരും കണ്ടതാണ്, നമ്മളെല്ലാവരും എക്സ്പീരിയൻസ് ചെയ്തതാണ്. നമ്മുടെ നാട്ടിൽ ഒരു CPM ഭരണം, അത് മറ്റേ വശത്ത് ഒരു കോൺഗ്രസ് ഭരണം, അത് LDF UDF ആയിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷെ ശരിക്കും നോക്കിയാൽ ഇന്ന് 27 സ്റ്റേറ്റിലും 8 യൂണിയൻ ടെറിട്ടറീസിലും ഒരു അലയൻസിന്റെ ഭാഗമാണ് കോൺഗ്രസും CPM. അത് ഇന്ത്യ അലയൻസ് ആണ്. അത് എന്തുകൊണ്ട് അവർ ഒരു അലയൻസിൽ ഇരിക്കുന്നു എന്നൊരു ലെജിറ്റിമേറ്റ് ഒരു ചോദ്യമാണ്. അതിന്റെ മറുപടി അല്ലെങ്കിൽ ഉത്തരം, ഈ 2 മുന്നണികൾ ഐഡിയോളജിക്കലി ഒരു വ്യത്യാസമില്ല. അവർ ഇക്കണോമിക് ഐഡിയോളജിയാണോ, ഭരണത്തിന്റെ ഐഡിയോളജിയാണോ, പ്രീണനത്തിന്റെ ഐഡിയോളജിയാണോ, അനാസ്ഥന്റെ ഐഡിയോളജിയാണോ, അവസരവാദ രാഷ്ട്രീയത്തിന്റെ ഐഡിയോളജിയാണോ, രണ്ടുപേരും രാഷ്ട്രീയ ഇരട്ടകളാണ്, പൊളിറ്റിക്കൽ ട്വിൻസാണ്. ഒരു വ്യത്യാസമില്ല. ഇവിടെയുണ്ട് അഴിമതി UDFലും, അവിടെയുണ്ട് LDFലും അഴിമതി. ഇവിടെയുണ്ട് രാഹുൽ ഗാന്ധി, അവിടെയുണ്ട് എക്സാലോജി. ഇവിടെയുണ്ട് പീഡനം, ഇവിടെയുണ്ട് ജമാഅത്ത്, അവിടെയുണ്ട് SDPI. ഇവിടെയുണ്ട് കഴിവില്ലായ്മ, അവിടെയുണ്ട് കഴിവില്ലായ്മ. ഇവിടെയുണ്ട് അനാസ്ഥ, കുറ്റകര അനാസ്ഥ, അവിടെയുണ്ട് അനാസ്ഥ. അപ്പൊ ഈ 2 പാർട്ടിയും കേരളത്തിൽ മാത്രം ഒരു നാടകം, ഒപ്പോസ് ചെയ്യും, ഞങ്ങൾ അവരെ ഒപ്പോസ് ചെയ്യുന്നു, അവർ ഞങ്ങളെ ഒപ്പോസ് ചെയ്യുന്നു പറഞ്ഞ് നടക്കുന്ന 2 പാർട്ടികൾ. അത് ഒരു വശത്ത് ഒരു പോയിന്റായിട്ട് വിടും. ജനങ്ങള് 70 കൊല്ലമായിട്ട് എത്രയോ അവസരങ്ങൾ ഈ LDFനും UDFനും കൊടുത്തിട്ടുണ്ട്. ഷൊർണൂർ കൊടുത്തിട്ടുണ്ട്, കേരളത്തിന് കൊടുത്തിട്ടുണ്ട്, കേരള ജനങ്ങൾ കൊടുത്തിട്ടുണ്ട്. മാറി മാറി ഭരിച്ചു, ജനങ്ങളെ വിശ്വസിച്ചു, അവസരങ്ങൾ കൊടുത്തു. എന്നിട്ട് എന്താണ് അവർ ചെയ്തിരിക്കുന്നത്? ഒന്നും ചെയ്തിട്ടില്ല. എല്ലാം ശരിയാവും എന്ന് ഒരു വാഗ്ദാനം കൊടുത്ത് ജനങ്ങളുടെ വോട്ട് നേടിയ പാർട്ടിയാണ് CPM LDF. ഞാനിത് രാഷ്ട്രീയത്തിന് വേണ്ടി പറയല്ല, ഒരു 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 ക്ലിയർ അസസ്മെന്റോട് പറയാണ്. എന്ത് ശരിയായി? കഴിഞ്ഞ 10 കൊല്ലം ഭരിച്ച CPM, ഷൊർണൂർ ഭരിച്ച ഇവിടുത്തെ മുനിസിപ്പാലിറ്റി CPM എന്താണ് ശരിയായത്? ഇന്ന് 10 കൊല്ലം കഴിഞ്ഞിട്ട് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി പറഞ്ഞു 75% ഗവൺമെന്റ് സ്കൂൾ അൺസേഫ് ആണെന്ന്. ഇതാണ് ശരിയായത്? 10 കൊല്ലം കഴിഞ്ഞിട്ട് കടം 6 ലക്ഷം കോടിന്റെ കടം, വികസനത്തിന് വേണ്ടി കാശ് കൊടുക്കാനില്ല. ഇന്നും ഭാരത സർക്കാർ, നരേന്ദ്രമോദിജി സർക്കാർ കുടിവെള്ളം പ്രോഗ്രാമിൽ കാശ് കൊടുത്തിട്ടുണ്ട്, പക്ഷെ ഇവിടെ നടപ്പിലാക്കാൻ കാശില്ല. ഇന്നും 6000 കോടിയാണ് ഔട്ട്സ്റ്റാൻഡിങ്, ബില്ലിന്റെ ഔട്ട്സ്റ്റാൻഡിങ്. ഈ കുടിവെള്ള കോൺട്രാക്ടേഴ്സിന് കൊടുക്കേണ്ട കാശ് സംസ്ഥാന സർക്കാരിൽ കാശില്ല.
അതുകൊണ്ടല്ലേ ഇന്നും ഷൊർണൂരിലും അങ്ങനെ വീടുണ്ട് കുടിവെള്ളമില്ലാത്ത. തലസ്ഥാനമായ തിരുവനന്തപുരത്ത് 5.5 ലക്ഷം വീട്ടില് കുടിവെള്ളമില്ല. തൃശ്ശൂർ 4 ലക്ഷം വീട് കുടിവെള്ളമില്ലാത്ത വീടുണ്ട്. ഷൊർണൂരിന് കൃത്യമായി എനിക്ക് ഡേറ്റ ഇല്ല. ഇവിടെ ഉണ്ടല്ലോ വീട് കുടിവെള്ളം. അപ്പൊ അങ്ങനെ അനാസ്ഥ. നരേന്ദ്രമോദിജി അവിടുന്ന് പദ്ധതികൾ സൃഷ്ടിക്കുന്നു, ഉണ്ടാക്കുന്നു, കാശ് കൊടുക്കുന്നു. പക്ഷെ ഇവിടെ ഇവരുടെ ഈ ഇക്കണോമിക് മിസ്മാനേജ്മെന്റിന് കാരണം കടം എടുക്കാണ്ട് ഒന്നും ചെയ്യാത്ത സ്ഥിതിയിലാണ് ഇപ്പൊ നമ്മുടെ കേരളം. അപ്പൊ ജനങ്ങൾ അവസരം കൊടുത്തു, എത്രയോ തവണ കൊടുത്തു. പക്ഷെ 30% കോളേജസിൽ കുട്ടികൾ അഡ്മിറ്റ് ആവുന്നില്ല, 30% സീറ്റ് വേക്കില്ല. ഞാൻ പറഞ്ഞല്ലോ, വിദ്യാഭ്യാസ മേഖലയിൽ ഞാൻ പറഞ്ഞല്ലോ, ആരോഗ്യ മേഖലയിൽ ഞാൻ പറഞ്ഞല്ല, നമ്മളെല്ലാം കണ്ടിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം മാറ്റാൻ ഒരു സമയമാണ് ഞങ്ങൾ മുമ്പോട്ട് വെക്കുന്ന ഒരു പോയിന്റ്. ഈ മാറാത്തത് ഇനി മാറണം. അതിനുവേണ്ടി നരേന്ദ്രമോദിജി ഞങ്ങളെ പഠിപ്പിച്ച് ഞങ്ങൾ മുമ്പോട്ട് വെക്കുന്ന വികസിത കേരളം, വികസിത ഷൊർണൂർ എന്ന കാഴ്ചപ്പാടിന് നിങ്ങളുടെ പിന്തുണ ആണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത്. ഞങ്ങൾക്കൊരു അവസരം കിട്ടിയാൽ വികസനത്തിന് വേണ്ടി ഞങ്ങൾ 100% അല്ലെങ്കിൽ 1000% അധ്വാനിക്കും. ആത്മാർത്ഥമായി ഞങ്ങൾ അധ്വാനിക്കും. ഈ വികസനം എന്താണെന്ന് ചോദിച്ചാൽ ഒരു മുദ്രാവാക്യമല്ല, ഒരു പൊളിറ്റിക്കൽ സ്ലോഗൻ അല്ല. ഞങ്ങൾ ശരിക്കും ഡീപ്ലി വിശ്വസിക്കുന്ന ഞങ്ങളൊരു പൊളിറ്റിക്കൽ ഐഡിയോളജിയാണ്. ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു വികസനം, വ്യവസായികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു വികസനം, നാടിനെ നന്നാക്കുന്ന സാധ്യത യാഥാർത്ഥ്യമാക്കുന്ന ഒരു വികസനം, അഴിമതി രഹിത വികസനം. ഇത് ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയും. 11 കൊല്ലം നരേന്ദ്രമോദിജി ഇന്ത്യയിൽ ചെയ്ത് കാണിച്ചു കൊടുത്തിരിക്കുന്നു. 2014 നരേന്ദ്രമോദിജി പ്രധാനമന്ത്രിയാകുമ്പോൾ ഇന്ത്യന്റെ സ്ഥിതി എന്തായിരുന്നെന്ന് എല്ലാവർക്കും പറയാം. അതാണ് ഇന്നത്തെ കേരളത്തിന്റെ സ്ഥിതി. വിലക്കയറ്റം ഏറ്റവും കൂടുതൽ, രാജ്യത്തിൽ ഏറ്റവും കൂടുതൽ വിലക്കയറ്റം കേരളത്തിലാണ്. ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ കേരളത്തിലാണ്. അപ്പോ മാറ്റാൻ എനിക്ക് എന്റെ ഒരു എന്താ റെസ്പെക്ട്ഫുൾ സബ്മിഷനാണ്. മാറ്റിന്റെ സമയമായി. നമുക്കിത് മാറ്റണം. നമ്മളെ കുട്ടികളെല്ലാം നാട് വിട്ട് പുറത്തു പോകുന്നു. തൊഴിലും സ്റ്റാർട്ടപ്പും അവസരങ്ങളെല്ലാം നോക്കി പുറത്തു പോകുന്നു. ഇതെല്ലാം നമുക്ക് മാറ്റണം. ശരിക്കും ഒരു നല്ല ഭരണം ഷൊർണൂർ കൊണ്ടുവരണം. നല്ല സാധ്യതയുള്ള ഒരു നഗരമാണ് ഷൊർണൂർ. അപ്പോ അതിന് വേണ്ടി BJPക്ക് ഒരു അവസരം, NDAക്ക് ഒരു അവസരം തരണം. അതാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. ഞാൻ 2-3 ഉറപ്പ് തരുന്നു. ഞങ്ങൾക്ക് ഭരണം ചെയ്യാൻ ഒരു അവസരം കിട്ടിയാൽ ആദ്യത്തെ 45 ദിവസം അതിനുള്ളിൽ ഞങ്ങൾ ഒരു 5 കൊല്ലത്തിന്റെ ഒരു ഡെവലപ്മെന്റ് ബ്ലൂ പ്രിന്റ് ജനങ്ങളുടെ ഒപ്പം ഇരുന്ന് ഡിസ്കസ് ചെയ്ത് തീരുമാനിച്ച് ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കും. ഫൈനലൈസ് ചെയ്ത് മുമ്പോട്ട് വയ്ക്കും. എല്ലാ കൊല്ലം ഞങ്ങൾ ആ ഒരു റിപ്പോർട്ട് കാർഡ്, ഈ കൊല്ലം ഞങ്ങൾ എന്ത് ചെയ്തു ജനങ്ങളുടെ മുമ്പോട്ട് വയ്ക്കും. ഈ കൊല്ലം ഞങ്ങൾ ഇതാണ് ഞങ്ങളുടെ വാഗ്ദാനം, ഇത് ഞങ്ങൾ ചെയ്തു തന്നു. റിപ്പോർട്ട് കാർഡിൽ 90% ചെയ്തോ 60% ചെയ്തോ ജനങ്ങൾ തീരുമാനിച്ചു. അത് 5 കൊല്ലം ഞങ്ങൾ ചെയ്തു. ഓരോരോ നയാ പൈസന്റെ കണക്ക് ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ വെക്കുക. എല്ലാ കൊല്ലം വെക്കും. ബഡ്ജറ്റിന്റെ സമയം ഞങ്ങൾ ഇതുവരെ എത്ര കാശ് ചെലവാക്കി മുനിസിപ്പാലിറ്റി, അത് എങ്ങനെ ചെലവാക്കി, എവിടെ ചെലവാക്കി, ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ചെലവാക്കിയോ ഇല്ലയോ എന്ന് ഞങ്ങൾ മുമ്പിൽ കംപ്ലീറ്റ് ആയിട്ട് ട്രാൻസ്പെറന്റ് ആയിട്ട് മുമ്പിൽ വെക്കും. 4ാമത്തെ ഉറപ്പ്, അഴിമതി രഹിത ഭരണം ഞങ്ങളുടെ ഗ്യാരണ്ടിയാണ്. ഗ്യാരണ്ടി മാത്രമല്ല, ഞങ്ങളത് AI ടെക്നോളജിയും ഡിജിറ്റൽ ടെക്നോളജി വഴി ഞങ്ങളത് 100% നരേന്ദ്രമോദി ചെയ്യുന്ന പോലെ ഉറപ്പാക്കി ഞങ്ങൾ അത് ചെയ്തു തരും എന്ന് എന്റെ ഉറപ്പ്. 5ാമത്തത്
ഡിജിറ്റൽ ടെക്നോളജി വഴിയും CSC വഴിയും എല്ലാ വാർഡിലും ഞങ്ങൾ ജനങ്ങളുടെ ഈ പബ്ലിക് സർവീസസിന് വേണ്ടി മുനിസിപ്പാലിറ്റി ഓഫീസിൽ പോകേണ്ട ആവശ്യം ഞങ്ങൾ അത് മാറ്റിയിട്ട് ജനങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് അവർക്ക് വേണ്ട കാര്യങ്ങളും വേണ്ട സർവീസ് എല്ലാം ഡിജിറ്റൽ വഴി ഞങ്ങൾ ചെയ്തു തരും. ഒരു അഴിമതിയോ ഒരു ബ്രൈബ് കൊടുക്കേണ്ട ആവശ്യമുണ്ടാവില്ല. ഇതെല്ലാം ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. ഇതാണ് ഞങ്ങൾ പറയുന്നത് മാറ്റം. ഞങ്ങൾ പോളിറ്റിക്സ് ഓഫ് പെർഫോമൻസ് ചെയ്യാനും അത് ചെയ്ത് കാണിച്ചു കൊടുക്കാനാണ് ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത്. വ്യത്യാസം എന്താണ് ഞങ്ങളുടെ രാഷ്ട്രീയവും കോൺഗ്രസും CPM രാഷ്ട്രീയം? ഞാൻ അത് അവസാനത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഉദാഹരണമായിട്ട് പറയണേ, ഇന്നലെ തിരുവനന്തപുരത്ത് ഒരു ദുഃഖകരമായ ഒരു ആത്മഹത്യ, ഒരു സംഘിന്റെ ഒരു പ്രവർത്തകൻ ആത്മഹത്യ ചെയ്തു. അദ്ദേഹം എഴുതിയിരിക്കുന്നത് എനിക്ക് സീറ്റ് കിട്ടിയില്ല വാർഡിൽ, അതുകൊണ്ട് ആത്മഹത്യ. ഒരു വളരെ വിഷമം ഞങ്ങൾക്ക് എല്ലാം ഫീൽ ചെയ്തു, സങ്കടമുണ്ട്. ഇന്നലെ തന്നെ ഞാൻ ജില്ലാ പ്രസിഡന്റ് പറഞ്ഞു, ഇത് എന്താണ് നോക്കണം, ഞങ്ങളുടെ വീഴ്ച എന്തെങ്കിലും ഉണ്ടോ, പ്രോസസ്സിൽ എങ്ങനെ ഫ്ലോ എന്തെങ്കിലും ഉണ്ടോ. അദ്ദേഹം ഇന്നലെ ലേറ്റ് രാത്രി വിളിച്ചു പറഞ്ഞു, ഇല്ല, പേര് മണ്ഡലം ലെവലിൽ ആ പേര് വന്നില്ല. അദ്ദേഹം ശിവസേനയിൽ ജോയിൻ ചെയ്ത ഒരു വ്യക്തിയാണ്. അത് ഒരു വിഷമമുള്ള കാര്യമാണ്. ഞങ്ങളൊരു വീഴ്ച ഉണ്ടെങ്കിൽ ഞങ്ങൾ വിടില്ല, അത് അന്വേഷിക്കുന്നു ഞാൻ കൃത്യമായി പറഞ്ഞു. ഇന്ന് രാവിലെ പേപ്പർ വായിക്കുമ്പോൾ ആരാണ് അതിനെക്കുറിച്ച് വളരെ സങ്കടമായിട്ട് മുതലക്കണ്ണീർ ഇങ്ങനെ ഒഴുകുന്ന ഒരുപോലെ സ്റ്റേറ്റ്മെന്റ് നടക്കുന്നത്? CPMന്റെ ശിവൻകുട്ടി, കോൺഗ്രസിന്റെ ലീഡേഴ്സ്. ഇല്ല, ഇതാണ് ഞാൻ പറഞ്ഞത്. ഈ രാഷ്ട്രീയമാണ് നമ്മൾ മാറ്റേണ്ടത്. ഇങ്ങനൊരു ട്രാജഡി ഉണ്ടാവുമ്പോൾ അവര് ചെയ്ത കാര്യങ്ങളെല്ലാം മറന്ന്, അല്ല, നമ്മൾ നവീൻ ബാബുവിനെ കുറിച്ച് മറന്നോ ജനങ്ങൾ? ഇല്ല, മറന്നിട്ടില്ല. നവീൻ ബാബുവിന്റെ ആത്മഹത്യ ന്യായീകരിക്കുന്ന ഒരു ACP, അയാൾ ആരാണ് കാൻഡിഡേറ്റ് ആക്കി സ്ഥാനാർത്ഥിയാക്കി ഇന്ന് പ്രഖ്യാപിച്ചത്? ഏത് പാർട്ടി? CPM. ആ CPM ചെയ്ത കാര്യങ്ങൾ ശിവൻകുട്ടിക്ക് മറന്നോ? പിന്നെ കോൺഗ്രസ്സുകാര് കരുണാകരൻ പോലെ ഒരു വലിയ ലീഡറിനെ വഞ്ചിച്ച് നടക്കുന്ന ഒരു നേതാവിന്റെ മകനാണ് ഇന്ന് ആനന്ദിനെ കുറിച്ച് ഈ മുതക്കണ്ണീർ കാണിക്കുന്നത്. അപ്പൊ ഈ രാഷ്ട്രീയം അവർ ചെയ്യുന്നത് ഈ വികസനത്തിന്റെ സന്ദേശത്തിന് ശ്രദ്ധ തിരിക്കാനാണ് അവർ ചെയ്യുന്നത്. അതാണ് അവരുടെ രാഷ്ട്രീയം. ഞങ്ങളുടെ രാഷ്ട്രീയം വികസനത്തെക്കുറിച്ച് സംസാരിക്കുക, വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കുക, ജനങ്ങളെ സേവിക്കുക, ജനങ്ങളുടെ ജീവിതത്തിൽ വ്യത്യാസം കൊണ്ടുവരിക. ഇതാണ് ഞങ്ങളുടെ ലക്ഷ്യം, ഇതാണ് ഞങ്ങളുടെ ദൗത്യം, ഞങ്ങൾ കാണുന്ന ഞങ്ങളുടെ ദൗത്യം. അപ്പൊ ഇതിന്ന് ജനങ്ങളെ ശ്രദ്ധ തിരിക്കാൻ ഇവരുടെ ഒരു വൾച്ചർ രാഷ്ട്രീയം ഇന്നും അവർ ചെയ്യും. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ബീഹാറില് ഒരു വലിയൊരു നേതാവ്, മുതിർന്ന നേതാവ് അവിടെ പോയി വോട്ട് ചോരി തേങ്ങ മാങ്ങാനെല്ലാം പറഞ്ഞ നാടകം നമ്മളെല്ലാവരും കണ്ടല്ലോ. എന്നിട്ട് ബീഹാർ ജനങ്ങൾ എന്താ ചെയ്തത്? എന്താണ് അവർ പറഞ്ഞത്? ഒരു വ്യക്തമായ സന്ദേശം, ഞങ്ങൾക്ക് വേണ്ടത് വികസനം, ഞങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ നിങ്ങൾ ശ്രമിക്കണ്ട, ഇതുവരെ ഞങ്ങൾക്ക് കിട്ടിയ വികസനം തുടരണം എന്ന് അവിടെ ഒരു കൃത്യമായ മെസ്സേജ് അവിടുത്തെ ജനങ്ങൾ, ബീഹാറിന് ജനങ്ങൾ കൊടുത്തു. അപ്പൊ എന്റെ ഒരു അഭ്യർത്ഥന, ഞങ്ങൾ ഇങ്ങനെ ആത്മാർത്ഥമായി വികസന സന്ദേശം, വികസനത്തെക്കുറിച്ച് ഒരു അവസരം ചോദിക്കുമ്പോൾ മറുവശത്ത് കോൺഗ്രസും CPM ശ്രദ്ധ തിരിക്കാൻ എത്രയും ഒരു സർക്കസും തന്ത്രങ്ങളും മറ്റ് എല്ലാ വഴി ശ്രദ്ധ തിരിക്കാൻ അവർ ശ്രമിച്ചു. എന്റെ ഒരു അഭ്യർത്ഥന, അതെല്ലാം മാറ്റിവെച്ച് 70 കൊല്ലം നമ്മൾ സഹിച്ചതല്ലേ, ഇനി ഒരു പുതിയ വികസിത ഷൊർണൂരിനെ കുറിച്ചൊരു ചിന്ത, അതിനെക്കുറിച്ച് അവർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാൻ തയ്യാറാണ് ഡിബേറ്റ് ചെയ്യാൻ. ഞങ്ങൾ എല്ലാവരും തയ്യാറാണ്. ജനങ്ങളുടെ ജീവിതത്തിൽ വ്യത്യാസം കൊണ്ടുവരാൻ കോൺഗ്രസിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ, CPM എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അത് പറയട്ടെ. അതിനെക്കുറിച്ച് ഞങ്ങൾ തയ്യാറാണ്. സിനി തയ്യാറാണ്, അനീഷ് തയ്യാറാണ്, രഞ്ജിത്ത് തയ്യാറാണ്, വേണുഗോപാൽജി തയ്യാറാണ്. അതിനെക്കുറിച്ച് നമ്മൾ ഡിബേറ്റ് ചെയ്യാൻ. അതല്ലേ ജനാധിപത്യ സംവിധാനം.
ഡെമോക്രസി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു രാഷ്ട്രീയക്കാരൻ ആത്മാർത്ഥമായ വോട്ട് നേടിയ ഒരു രാഷ്ട്രീയക്കാരൻ ജനങ്ങളെ സേവിക്കുന്നു. അതിനെക്കുറിച്ച് ഡിബേറ്റ് ചെയ്യാൻ ഞങ്ങൾ 100%, മുഖ്യമന്ത്രിയാണോ ശിവൻകുട്ടിജിയാണോ ഏത് കോൺഗ്രസ് നേതാവാണോ ഞങ്ങൾ ഡിബേറ്റ് ചെയ്യാൻ തയ്യാറാണ്. പക്ഷെ അത് ചെയ്യില്ല, ചെയ്യാൻ കഴിയില്ല. കാരണം 60 കൊല്ലം ഇവിടെ വറദ മുദ്രാവാക്യം ഗരീബി ആട്ടാവോ എല്ലാം ശരിയാകും എന്ന് പറഞ്ഞു നടക്കുന്ന രാഷ്ട്രീയക്കാരാണ് ഞങ്ങൾ. ചെയ്ത് കാണിച്ച രാഷ്ട്രീയക്കാരാണ്. നരേന്ദ്രമോദിജി പറഞ്ഞത് ചെയ്യും, ചെയ്യാൻ പോകുന്നത് മാത്രമേ പറയൂ. അതാണ് BJPന്റെ രീതി, NDAന്റെ രീതി. അപ്പോൾ ഞാൻ അവസാനം ഒരു അവസരം ഞങ്ങൾക്ക് തരിക, നിങ്ങളെല്ലാം സേവിക്കാൻ. വികസിത ഷൊർണൂർ ഞങ്ങൾ 5 കൊല്ലത്തിൽ നടപ്പിലാക്കി തരും എന്ന് ഉറപ്പു തന്ന് വാക്ക് ചുരുക്കുന്നു. എല്ലാവർക്കും നമസ്കാരം, നന്ദി, ജയ് ഹിന്ദ്.